You said, don't look back and don't look down. But here I am, replaying every sound and second since you found me. All packed up, headed out. I hate to say I need you now. Here I am, turn around. One more time, I need you now. Said that I'd be fine without you, it's not true. I move but can't move on without you. I'm looking back, looking down. Hate to say I need you now. Said that I'd be fine without you. Making sure you're safe and sound. How your voice sang the songs that made me wanna live forever. All packed up, headed out. I hate to say I need you now. Here I am, turn around one more time. വിശുദ്ധ അടയാളത്താൽ ഞങ്ങളുടെ സകലവും രക്ഷിക്കുകയാണ് നമ്പുരാനെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സുള്ളതിലെ പോലെ ഭൂമിയിലുമാകണമേ. കർത്താവേ, അവിടുത്തെ കരങ്ങളിലേക്ക് ഇന്ന് ദിവസത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം നൽകുന്ന എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും സംരക്ഷണമായി ഞങ്ങൾ നന്ദിയോടെ പ്രാർത്ഥിക്കണം. കർത്താവേ, ഈശോയെ പ്രത്യേകിച്ച് ഞങ്ങളുടെ മകൻ സാവിയോ മകനെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മകൻ്റെ വിവാഹ വാഗ്ദാനത്തിൻ്റെ ദിവസം, മനസ്സമ്മതൻ്റെ ഈ ദിവസത്തിൽ കർത്താവേ, നിൻ്റെ കരങ്ങളിലേക്ക് മകനെ സമർപ്പിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. മകൻ്റെ ജീവിത പങ്കാളിയെ കടന്നു വരുന്ന ജീവനെ പ്രാർത്ഥിക്കുന്നു. മകളുടെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെല്ലാം സ്നേഹത്തിലും ഐക്യത്തിലും സമാധാന സന്തോഷത്തിലും ആയിരിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഈശോയെ ഈ ദിവസത്തെ ഒരുക്കിയതിനോട് ഞങ്ങൾ നന്ദിയോട് പ്രാർത്ഥിക്കുന്നു. അനാദിയിലെ കർത്താവെ, ഈ മകന് വേണ്ടി ഒരുക്കിയിരുന്ന മകൻ്റെ ജീവിതങ്ങളെ കടന്നു വരുന്ന മകളുടെയും ഞങ്ങൾക്ക് ബന്ധുക്കളായി കടന്നു വരുന്ന ആ പ്രിയപ്പെട്ട കുടുംബത്തെയും എല്ലാം കർത്താവെ, നിന്റെ കരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. കർത്താവെ, ഈശോയെ ഇന്ന് ദേവാലയത്തിൽ നടക്കാൻ പോകുന്ന തിരുക്കർമ്മങ്ങളെ എല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ചും മാസമാകുന്ന ഉദാശയെ പ്രാർത്ഥിക്കുന്നു. ഉദാശ പരികർമ്മം ചെയ്യുന്ന പുരോഗതിയോ ദേവാലയത്തെയും അതിന് സംബന്ധിക്കുന്ന സകലരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമേ, ഈ ഉദാശയെ അനുഗ്രഹിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് അനുഗ്രഹിച്ച് അവിടുന്ന് ഞങ്ങളുടെ യാത്രകളിലെല്ലാം അവിടുന്ന് ഞങ്ങൾക്ക് കൂടെ ആയിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് തിരുവനന്തപുരം പറയുന്നുണ്ടല്ലോ, അവന് ചേർന്ന ഇണയെ നൽകിയെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ ഞങ്ങൾ രണ്ടാമതായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട്. കർത്താവെ, മകനെ ചേർന്ന ഇണയെ അവിടെ നൽകി അനുഗ്രഹിച്ചതിനോട് ഞാൻ നന്ദിയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പറയുന്നത് കർത്താവെ, ഞാൻ കർത്താവെ ആത്മാർത്ഥമായ സ്നേഹത്തിലാണ് കർത്താവെ അവളെ സ്വീകരിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ആത്മാർത്ഥമായ സ്നേഹത്തിൽ കർത്താവെ മക്കൾ ആയിരിക്കുവാനും അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാനും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് അബ്രാഹത്തെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും യോസഫിനെ അനുഗ്രഹിച്ച കർത്താവെ, ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. സാവിയെയും മോൻ്റെ ജീവിതങ്ങൾ കടന്ന മകളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ നിമിഷങ്ങളെല്ലാം അവിടുത്തെ കരങ്ങളിലേക്ക് എല്ലാ കർമ്മങ്ങളെയും എല്ലാം സമർപ്പിച്ച് നന്ദിയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകർമ്മ പറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ അനുഗ്രഹിക്കപ്പെടുന്നു. അങ്ങയുടെ ദുർബലമായ ഈ സേനപ്പെടുന്നു. ഞങ്ങളുടെ ഇടപെട മധ്യസ്ഥ സ്നേഹന്മാരോട് ചേർന്ന് ഈ മകൻ്റെ വേദന പരിശുദ്ധരോടും കർത്താവ് ജീവൻ്റെ വേദന വിശുദ്ധിയോടെല്ലാം ചേർന്നുകൊണ്ട് ഞങ്ങളുടെ ഇടപെട വികാരിമാരോടെല്ലാം ചേർന്നുകൊണ്ട് നന്ദിയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകർമ്മ പറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങയുടെ വിടുവാകുന്നു. അങ്ങയുടെ ദുർബലമായ ഈ സേനപ്പെടുന്നാകുന്നു. ദൈവകർമ്മ പറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങയുടെ വിടുവാകുന്നു. അങ്ങയുടെ ദുർബലമായ ഈ സേനപ്പെടുന്നാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.
എത്രയും നീളമാതാവേ സഹായത്തിനോട് സഹായം നേടി സ്വാധീനോനെ വീഴ്ച ലോകത്തെ കിടന്നു നടക്കണമേ നീളമാതാവേ വിശ്വാസപ്പെടുന്ന പാതകളെന്നും വിശ്വസിക്കാതെ കേൾക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സുപോലെ പോലെ ഭൂമിയിലുമാകണമേ. കർത്താവേ, കരങ്ങളിലേക്ക് ജോസഫിൻ്റെ ആനി അങ്ങനെ സഹോദരി ഭർത്താവിനെ നമുക്ക് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, മകൻ്റെ മരണാർത്ഥ ചടങ്ങ് നടക്കുമ്പോൾ ഞങ്ങൾക്കാർക്കും സംബന്ധിക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ ആ മകൻ്റെ ആത്മാവിന് നിശാന്തി നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞങ്ങളുടെ കുടുംബത്തിൽ മരണം മൂലം വേർപെട്ട എല്ലാ പൂർവ്വപിതാക്കന്മാർക്ക് വേണ്ടിയും അത് എൻ്റെ അപ്പൻ്റെ ആത്മാവിനോട് ചേർന്നും എൻ്റെ സഹോദരൻ ചോടുന്ന മകനോട് ആത്മാവോടെല്ലാം ചേർന്നുകൊണ്ട് കർത്താവേ നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു. ദൈവം കുറഞ്ഞ പറയുമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാവുന്നു. അങ്ങയുടെ ദുർബലമായ മൂന്നാം ദിവസം ഗിരയിലേക്കായ ഒരു വിവാഹം കഴിഞ്ഞ് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശു ശിഷ്യന്മാർ രക്ഷിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും വേണ്ട, എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരരോടായി പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ വിസ്തീർണത്തിൽ വെള്ളം നിറയ്ക്കുന്ന ഒരു 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിനും 2-3 അടവുകളുമായിരുന്നു. ഭരണികൾ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം മക്കോളം നിറച്ചു. ഇനി പകൽ കലവറക്കാരൻ അടുത്ത് കൊണ്ടുവരാൻ അവർ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറി അവളെ രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവർ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചയം അറിഞ്ഞിരുന്നു. അവൻ മണവാളിനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും നേരത്തെ വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അത് ഗൃഹത്തിലേക്ക് വിളിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശുവിൻ്റെ മഹത്വപ്പെടുത്തുന്നതിനെ പ്രവർത്തിച്ച ഞങ്ങളുടെ ആത്മമാണ് ദൈവത്തിൻ്റെ കലാം ചെയ്ത ഈ അത്ഭുതം. അവൻ ശിഷ്യന്മാരെ വിശ്വസിച്ചു. ഇതിനുശേഷം അവൻ തന്നെ അമ്മയുടെ സഹോദരന്മാരും ശിഷ്യന്മാരുടെ കഫർനാമിലേക്ക് പോയി. അവരവിടെ ഏതാനും ദിവസം താമസിച്ചു. He
സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവം, ആദ്യം മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിക്കുകയും സ്നേഹക്കൂട്ടായ്മയ്ക്കും മനുഷ്യവംശത്തിന് നിലനിൽപ്പിനുമായി അവരെ തമ്മിൽ യോജിപ്പിക്കുകയും ചെയ്ത അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. പൂർവ്വപിതാവായി ഇസ്ഹാക്കിനെയും അവന്റെ ജീവിത പങ്കാളിയാകുവാൻ തിരഞ്ഞെടുത്ത റബേക്കായെയും അനുഗ്രഹിച്ച കർത്താവ്, വിവാഹ വാഗ്ദാനത്തിനായി തിരുമുൻപിൽ അണഞ്ഞിരിക്കുന്ന ഈ ദാസരെ സ്വതന്ത്ര മനസ്സോടും തികഞ്ഞ സന്തോഷത്തോടും കൂടെ വിവാഹ വാഗ്ദാനം നടത്തുവാൻ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കണം. കർത്താവ് നല്ലവനാണെന്ന് നിങ്ങൾ അനുഭവിച്ചറിയുവിൻ. ഇസ്ഹാക്കിന് ഭാര്യയെ കണ്ടെത്തുവാൻ വഴിയൊരുക്കിയ കർത്താവ്, വിവാഹ വാഗ്ദാനത്തിന് അണഞ്ഞിരിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. കർത്താവിൽ ആശ്രയിക്കുന്നവരെല്ലാം ഭാഗ്യവാന്മാരാകുന്നു. ധനികർ ദരിദ്രരാകാൻ വിശുദ്ധവലയാം കർത്താവിനെ തേടുന്നവർക്കോ നന്മകൾക്കൊന്നും കുറവുണ്ടാകുകയില്ല. മക്കളെ വന്ന് കേൾക്കുവിൻ. ദൈവഭയം ഞാൻ നിങ്ങളെ അഭ്യസിപ്പിക്കാം. ജീവിതം ഇഷ്ടപ്പെടുകയും നല്ല ദിനങ്ങൾക്കായി കാക്ഷിക്കുകയും ചെയ്യുന്നുവോ? എങ്കിൽ തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജഭാഷണം എന്ന തരത്തെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. അകൃത്യത്തിൽ നിന്ന് അകന്ന് നന്മ ചെയ്യുവിൻ. സമാധാനം തേടി അതിനെ പിന്തുടരുവിൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഇസ്ഹാക്കിന് ഭാര്യയെ കണ്ടെത്തുവാൻ വഴിയൊരുക്കിയ കർത്താവേ, വിവാഹ വാഗ്ദാനത്തിന് അണഞ്ഞിരിക്കുന്ന ഈ ദാസരെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതുമെന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായി എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചോടി നിൽക്കുന്ന സഭയും ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും ഓർത്തപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സ്രഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നയിക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻസ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഉത്തമ രക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവന നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങൾ എപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകും. സകലത്തിന്റെയും നാഥായ നയിക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ. സർവരും ഒന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. പരിപാവനാം സർവേശ, പരിപാവനാം ബലവാനേ, പരിപാവനാം അമർത്യനെ കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നയിക്കും. ആമേൻ. നമുക്ക് സദാവൃതനെ പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പിതാവ് എന്നെ സ്നേഹിച്ച പോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും
നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും വേണ്ടിയാണ്. ഇതാകുന്നു എൻ്റെ കൽപ്പന. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. വാഗ്ദാനം ചെയ്യുന്ന ഈ ദാസനെ ആശീർവദിക്കുകയും ഇവർ ചെയ്യുന്ന വാഗ്ദാനം അനുസരിച്ച് വിവാഹിതരാകുവാനുള്ള കൃപ ഇവർക്ക് നൽകുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രൈസ്തവ വിശ്വാസത്തിലും ഹൃദയവിശുദ്ധിയിലും അധിഷ്ഠിതമായി വിവാഹം നയിക്കുവാൻ ഇവരെ സജ്ജരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തീയ കുടുംബത്തിന്റെ കടമകൾ മനസ്സിലാക്കി വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ ദാസനെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവാഹം എന്ന പുരാശ ദമ്പതികൾ തമ്മിലും ദൈവവുമായി നടത്തുന്ന ഉടമ്പടി മരണം വരെ നിലനിൽക്കുന്ന ബന്ധമാണെന്ന ബോധ്യത്തോടെ അത് സ്വീകരിക്കുവാൻ ഈ ദാസനെ ഒരുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹ വാഗ്ദാനം ചെയ്യുവാനായി ഇനി മുൻപിൽ വന്നിരിക്കുന്ന അങ്ങയുടെ ദാസനമേ കരുണയുണ്ടാകണമേ. ഇവരുടെ വാഗ്ദാനം പൂർത്തിയാക്കുവാനും അങ്ങേക്ക് പ്രീതികരമായ ജീവിതം നയിക്കുവാനും വേണ്ട അനുഗ്രഹം ഇവർക്ക് നൽകണമേ. ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും സ്നേഹത്തിലും ഐക്യത്തിലും കാത്ത് സംരക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി നയിക്കും. ശരിയായ അറിവോടും സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മാത്രമേ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂവെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ഈ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കുവാനുള്ള അവസരം തിരുസഭ നിങ്ങൾക്ക് നൽകുകയാണ്. സാവിയോ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹം എന്ന കൂദാശയിലൂടെ ജിനുവിനെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. ജിനു മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹം എന്ന കൂദാശയിലൂടെ സാവിയോയെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങൾ ഈ വിവാഹ വാഗ്ദാനത്തിന് സാക്ഷികളാണ്. വിവാഹ വാഗ്ദാനം നടത്തിയ നിങ്ങളെ മിശിഹ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ആമേൻ. സഭയെ നിർമ്മലോദ്ഭവമായി സ്വീകരിച്ച കർത്താവായ മിശിഹായി വിവാഹ വാഗ്ദാനം ചെയ്ത ഈ ദാസരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലങ്കൈ നീട്ടണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധനിയാമറയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെ നാഥനായ വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാസ്ലിഹായുടെയും പ്രാർത്ഥന ഇവരുടെ വാഗ്ദാനത്തെ സഫലമാക്കട്ടെ. സകല വിശുദ്ധരുടെയും വിശിഷ്യ ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മാധ്യസ്ഥൻ ഇവർക്ക് സംരക്ഷണവും സഹായവുമായിരിക്കട്ടെ. സകലത്തിന്റെയും നാഥായി നയിക്കും. ദൈവത്തിന്റെ പരിപാലനയിൽ നിങ്ങൾ ചെയ്ത ഈ വിവാഹ വാഗ്ദാനത്തെ അവിടുന്ന് തന്റെ വചനത്താൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിന്റെ കൽപ്പനയാൽ സുസ്ഥിരമാക്കുകയും കരുണയാൽ പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. അബ്രഹത്തെയും സാറായെയും ഇസഹാക്കിനെയും റബേക്കായെയും യാക്കോബിനെയും റാഹേലിനെ സംയോജിപ്പിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിന്റെ ഐക്യത്തിലും ഉദ്രിതമാകട്ടെ. തീക്ഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീയമായ ഒരുക്കത്തോടും കൂടെ വിവാഹമെന്ന കൂദാശയ്ക്കായി അണയുവാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെയും നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. I'm alone, son of tears. Thought I was free, but I wasted all these years. Rain come, it won't fit you. So now I wait for the phone call to come get you. Crawl out
house, a new song. It's unsound. There's some dice in a rectangle room on a picture heart. I won't fight it, I won't fight it, I won't fight it, I sharp tongue. It's obvious that there's a room that has been over by the years. The beat bridge, I walk to it. If there's a crowd waiting for me there, I'll break through it. Watch the air turn as you breathe. Yellow morning feeling up your eyes, waking up the life in me. You set my soul on fire, you pull my heartbeat toward the sun. Eyes open, you call my heartbeat into love. There's a quiet moving in your ways. It's a peace I've never